എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഗുഡ് മോർണിംഗ് എവരിബോഡി. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം ആശംസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പോളണ്ടിൽ ഒരു പ്രസിദ്ധ ബേക്കറി ഉണ്ട്. അതിൻ്റെ പേര് പുട്കോ ബേക്കറി എന്നാണ്. അവര് റൊട്ടി ഉണ്ടാക്കുന്നതുകൂടെ ഒരു വലിയ മാതൃക ജനങ്ങൾക്ക് കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പറയുന്നത്, ജനങ്ങളിൽ ഐക്യം കൊണ്ടുവരുവാനായിട്ട് അവര് ഈ റൊട്ടി ഉണ്ടാക്കുന്ന മാതൃക ഉപയോഗിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പോളണ്ടിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങളെ താറടിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം കൂടിയാണ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ ബേക്കർമാർ എന്ത് ചെയ്തു? റൊട്ടി ഉണ്ടാക്കുന്നതിൻ്റെ പരസ്യം കൊടുക്കും. പക്ഷേ അതിനെതിരെ പല വിദ്വേഷ പ്രസംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവർ കുഴച്ചുണ്ടാക്കുന്ന റൊട്ടിക്ക്, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കുഴച്ചുണ്ടാക്കുന്ന റൊട്ടിക്ക് മറ്റുള്ള ഏതൊരു ബേക്കർ ഉണ്ടാക്കുന്ന റൊട്ടി പോലെ ഉള്ള രുചി ഇതിനുമുണ്ട് എന്ന് തെളിയിക്കുവാനാണ് അവര് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽ കഴുകൽ, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ എന്നിവയുടെ പ്രതീകങ്ങൾ യേശു തെരഞ്ഞെടുത്തു. അതിൻ്റെ കാരണം ഇവ ദൈനംദിനം നാം ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഈ പ്രതീകങ്ങളിലൂടെ ജനങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താം. അവർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളുടെ കാരണഭൂതൻ ദൈവമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പം മുറുക്കുന്നതിലൂടെയും മുന്തിരിച്ചാർ പകർന്നു കൊടുക്കുന്നതിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹനിർഭരമായ ത്യാഗത്തെ വരച്ചു കാട്ടുന്നു. നാം അനുഭവിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അത്രേ. തിരുവത്താഴം ആഘോഷിക്കുമ്പോൾ യേശു എന്തിനാണ് പെസഹക്കാലം തെരഞ്ഞെടുത്തത്? അവൻ്റെ യാഗം നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നതിലാണ് അപ്രകാരം ചെയ്തത്. ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്നും ലഭിച്ച സ്വാതന്ത്ര്യം അവർ അനുസരിക്കും പോലെ യേശു പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർപ്പിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവൻ്റെ ദാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് നമ്മെ കർത്താവുമായി ഐക്യപ്പെടുവാൻ സഹായിക്കുമെന്ന് ജനം മനസ്സിലാക്കണമെന്നും കർത്താവ് ആഗ്രഹിച്ചു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ നല്ല നിദ്ര തന്ന് സുഖവിശ്രമം തന്ന് ഈ പ്രഭാതം കാണുവാനും ഈ പ്രഭാതത്തിലെ പ്രവൃത്തികളൊക്കെയും ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തിരാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തികളിലേക്കൊക്കെ കടക്കും മുൻപ്
കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അവിടുത്തെ ആലോചനയ്ക്ക് വേണ്ടി ചെവി കോർക്കുന്നു. തിരുമേനി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ കഴിപ്പിടിപ്പിക്കുവാനും അനുഗ്രഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ പുണ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.